ഇൻസ്റ്റഗ്രാമൊന്നും തുറക്കാൻ വയ്യ. ജെൻസി പിള്ളേർ ഫുള്ള് വി ഡി സതീശനെതിരേറ്റ്, അതായത് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന വാർത്തയിൽ വന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മാറ്റിടുക, സ്റ്റാരിങ് കവർ ഇടുക, ലൈറ്റ് ഇങ്ങനെയുള്ള തുടങ്ങിയ മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയി. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇത് ശരിക്ക് വാഗ്ദാനങ്ങളിലൂടെ ഞങ്ങളെ പറ്റിച്ചതാണ് എന്നുള്ളത്. ഇൻസ്റ്റഗ്രാമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5 വീഡിയോയിൽ 3 വീഡിയോയും ഇതിനെ ട്രോളിക്കൊണ്ടും ഇതിനെ പരിഹസിച്ചുകൊണ്ടും പിന്നെ നിലപാടില്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കമൻറ്റുകളും വീഡിയോകളാണ്. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, ഒന്ന് ഫുള്ളതാ. നമുക്കറിയാലോ, ആ മോഡിഫിക്കേഷനൊക്കെ ആകാമെന്നേ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് വന്ന അത് വൈറലായ അതേ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വി ഡി സതീശനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും. എന്താ വെച്ചാൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ, കാരണം അത് വല്ലാതെ പ്രതീക്ഷിക്കും. ഒന്നാമത് ഈ വാഹനത്തെ പ്രേമിക്കാത്ത സ്നേഹിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ വാഹനത്തിനോട് അങ്ങേയറ്റത്തെ ഒരു അഗാധമായ ഒരിഷ്ടം പോലെ മനസ്സിലൊക്കെ ഉണ്ട്. അങ്ങനെ വാഹനപ്രേമികളിൽ പല ആളുകളും ഒരു മദ്യവും മയക്കുമരുന്നോ അതിലൊന്നും പെടാതെ ഈ വാഹനത്തെ മാത്രം സ്നേഹിച്ച് അങ്ങനെ അതൊരു ക്രൈസാക്കി കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളോട് പറയും വലിയൊരു പ്രതീക്ഷ ഉണ്ട്, മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരികയല്ലേ, ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോഴൊക്കെ നമുക്ക് ഉള്ളൊരാശങ്ക എന്താ വെച്ചാൽ, നമ്മൾ ഏത് സർക്കാർ ഭരിക്കുമ്പോഴും കേന്ദ്രത്തിൻ്റെ ചില നിയമങ്ങൾ അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതിലേക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുന്നത് വി ഡി സതീശൻ എന്ന് ആലോചിച്ച് പോയിരുന്നു. പക്ഷേ അതൊന്നും തെറ്റിയില്ല കേട്ടോ. അതൊക്കെ അതേപോലെ തന്നെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതിലൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും മോഡിഫിക്കേഷൻ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാലും അത്തരം വാഹനങ്ങളിലാണ് മിലിറ്ററി വരെ, ഇന്ത്യ രാജ്യത്തിൻ്റെ മിലിറ്ററി വരെ അങ്ങനത്തെ വാഹനത്തെ ആശ്രയിച്ച ഒരു സംഭവത്തിന് വേറെ ഉദാഹരണമൊന്നും വേറെ എവിടെയും പോയി നമുക്ക് തിരയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ കുറേ തീപ്പൊരി പറിക്കുക, സൈലൻസർ കട്ട് ചെയ്തിട്ട് സൗണ്ടോട് കൂടി പോവുക എന്നതല്ല. ഒരു പ്രശ്നം വന്നാൽ, ഒരു ദുരന്തം വന്നാൽ അവിടെ ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ സഹായിക്കത്തക്ക രീതിയിൽ XUV വണ്ടികൾ, 4x4 ജീപ്പ് പ്രത്യേകിച്ച് ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ശരിക്ക് അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന്, അത് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും അതിന് സാധിക്കും. ഇതൊക്കെയാണ് ശരിക്ക് കഴമ്പുള്ള ചർച്ച. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നൊക്കെ വന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരും മാറ്റിട്ടിട്ടില്ലേ? അതിൻ്റെ മുന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും മാറ്റുണ്ട്, സ്റ്റാരിങ്ങിന് കവറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്, അതിൻ്റെ മേലക്കൊന്നുമില്ല. ഇപ്പോൾ കളറ് ചേഞ്ച് ചെയ്യാം, അത് ചെലാനടച്ചാൽ ചേഞ്ച് ചെയ്യാം, എൻജിനുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇതൊക്കെ മാറ്റങ്ങൾ, ഇതൊക്കെ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷിച്ച ഒന്നും തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഈ ജെൻസി പിള്ളേർക്ക്, അത് ഈ വാഹനപ്രേമികൾക്ക്, ആരൊക്കെയാണോ വി ഡി സതീശൻ്റെ ആ പരാമർശത്തിൽ ആവേശം കൊണ്ട് അവരൊക്കെ നിരാശരായി. അത് ഇൻസ്റ്റഗ്രാം വഴി അതിൻ്റെ പ്രതിഫലനങ്ങൾ വന്നുകൊണ്ടിരിക്കണം. സത്യത്തിൽ ഇപ്പോൾ ഭയങ്കര എഗെയിൻസ്റ്റായി. അതായത് ഭരണം കിട്ടി ഒരു മാസത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ന്യൂ ജനറേഷൻ പിള്ളേർ എതിരാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ സർക്കാരിന് വന്നത് ചില പരാമർശങ്ങളിലുള്ള വൈരുദ്ധ്യമാണ്. അത് അവരോട് നുണ പറഞ്ഞു എന്നുള്ള കോലത്തിലാണ് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ചിന്തിക്കാതെയുള്ള ചില പരാമർശങ്ങളാണ്. അതിൻ്റെ പരിണിത ഫലം ഒരു മാസമായപ്പോഴേക്കും അനുഭവിച്ചു തുടങ്ങി.